ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോസ്റ്റൽ സ്റ്റുഡൻസിനും പേയിങ് ഗസ്റ്റായിട്ടൊക്കെ താമസിക്കുന്നവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ പേര് ഇമേർഷൻ വാട്ടർ ഹീറ്റർ എന്നാണ്. അപ്പോൾ ഞാൻ ക്രോംപ്ടൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഇമേർഷൻ വാട്ടർ ഹീറ്റർ വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചത് 1500 വാട്ട്സിൻ്റെത് 2 years വാറണ്ടി ഉള്ള ഒരു ഇമേർഷൻ വാട്ടർ ഹീറ്റർ ആട്ടോ. ഇതിൽ ISI മാർക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 910 രൂപയാണ്. പക്ഷേ ഞാൻ സെപ്റ്റോയിൽ 335 രൂപയ്ക്ക് ഓഫർ ഉണ്ടായിരുന്ന ടൈമായിട്ടോ മേടിച്ചത്. അപ്പോൾ ഇതിൽ എഴുതിയിരുന്നത് ഷോക്ക് പ്രൂഫാണ്, പ്ലാസ്റ്റിക് ഹാൻഡിലാണ്, വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, പവർഫുൾ ഹീറ്റിംഗ് എലമെൻ്റ് ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കൈ കിട്ടിയ സമയം തന്നെ ഞാൻ കരുതി അത് പെട്ടെന്ന് ഞാൻ അൺബോക്സ് ചെയ്യാം, കാരണം കൗതുകം ലേശം കൂടുതലാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അകത്തിരിക്കുന്നതെന്ന് എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് അൺബോക്സ് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പ്ലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ അവരത് റാപ്പ് ചെയ്തിട്ടാട്ടോ പ്രസൻറ്റ് ചെയ്തിരുന്നത്. പിന്നെ അതിൽ മാനുവലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർ എർത്തിങ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ എർത്തിങ് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് 3 കോർ കേബിളിലാട്ടോ വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹീറ്റിംഗ് ആവുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ബക്കറ്റിലോ അതുപോലെ തന്നെ വെള്ളത്തിലോ ഒന്നും ടച്ച് ചെയ്യരുതെന്ന് പ്രത്യേകം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹീറ്റിംഗ് എലമെൻറ്റിൽ ടച്ച് ചെയ്യരുത്. അതായത് നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു റോഡിൽ, അതായത് ഈ ഒരു മെറ്റൽ സംഭവത്തിൽ, ഇത് നിക്കലും കോപ്പറും കൂടെ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ ടച്ച് ചെയ്യരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. കണ്ട എങ്ങനെയാണ് റൈറ്റ് റോങ് വേസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ തന്നെ മാക്സിമം മിനിമം വാട്ടർ ലെവൽ ഉണ്ട്. ആ മിനിമം വാട്ടർ ലെവലെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം, അല്ലെങ്കിൽ ഇത് ഫ്യൂസായി പോകും. അത് മാത്രമല്ല വാറണ്ടി നമുക്ക് കിട്ടില്ല. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരുന്നു ഇതിൻ്റെ റോഡ്. ഇത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിലൊരു റെഡ് ലൈറ്റ് കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹീറ്റിംഗ് ആയി കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ അത് സ്വിച്ചൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞ ശേഷം പോലും ഉടനെയൊന്നും അതിൽ ടച്ച് ചെയ്യരുത്. ഇതിന് കാരണം ആ കോയിൽ എപ്പോഴും ചൂട് കാണും. പിന്നെ ഇത് ബക്കറ്റിനോട് ചേർത്ത് വെക്കാൻ പാടില്ല, കാരണം ബക്കറ്റ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും കമ്പിലായിരിക്കും വെക്കാൻ. ഞാൻ തൽക്കാലത്തേക്കാണ് ഒരു ഹാങ്ങറിൽ വെച്ചത്. പിന്നെ ഇത് ഇങ്ങനത്തെ സോക്കറ്റിൽ, അതായത് സാധാരണ സോക്കറ്റിലൊന്നും വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ വെള്ളം ചൂടായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.